നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിലവിലെ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 89 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചെന്ന് മന്ത്രി റിയാസ്. ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന കലക്ടറേറ്റ് മാർച്ചും ധർണയും കലാവിരുന്നായി മാറി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ച കേരള സർക്കാർ നടപടി പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ജില്ലാ ലീഗ് പ്രസിഡന്റ് MA റസാഖ്. മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രം ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഫെബ്രുവരി 23 നടക്കും. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ നിലവിലെ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 89 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കീഴരിയൂർ, തുറയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടക്കൽ മുറിനടക്കൽ പാലം തുറന്നുകൊടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കീഴരിയൂർ, തുറയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീഴരിയൂർ പൊടിയാടി തുറയൂർ റോഡിൽ നിർമ്മിച്ച നടക്കൽ മുറിനടക്കൽ പാലങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 5 വർഷത്തിനുള്ളിൽ 100 പാലങ്ങൾ എന്നതായിരുന്നു സർക്കാർ ലക്ഷ്യമെന്നും ഇപ്പോൾ തന്നെ 89 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു. അധികം വൈകാതെ തന്നെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ടൂറിസത്തിന്റെ അനന്ത സാധ്യതയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം, എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് പഠിക്കാൻ ഇപ്പോൾ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ നിശ്ചയിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ വന്ന് അവർ പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകി അതിലെന്തൊക്കെയാണോ സംസ്ഥാന സർക്കാരിന് ചെയ്യാനാവുക അതെല്ലാം ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ TP രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. K മുരളീധരൻ MP മുഖ്യാതിഥിയെ പങ്കെടുത്തു. ഈ 2 പാലങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയിൽ ബ്ലോക്ക് സംഭവിക്കുമ്പോൾ, അതിപ്പോൾ നിങ്ങൾക്കറിയാം നാഷണൽ ഹൈവേയുടെ പണി നടക്കുക, അതിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും റോഡുകൾ ബ്ലോക്ക് ആവാറുണ്ട്. അങ്ങനെ ഗതാഗത കുരുക്ക് നാഷണൽ ഹൈവേയിൽ ഉണ്ടാകുമ്പോൾ ഈ വഴിയിലൂടെ ഒരു പാരലൽ റോഡായി നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MP ശിവാനന്ദൻ, ദുൽഖിഫിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK നിർമ്മല, CK ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന കലക്ടറേറ്റ് മാർച്ചും ധർണയും കലാവിരുന്നായി മാറി. മലയാളി കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും ആണ് കലാപ്രകടനങ്ങൾ കൊണ്ട് വ്യത്യസ്തമായത്. നന്മ സംഘടിപ്പിച്ച പ്രകടനത്തിലും ധർണയിലും പങ്കെടുത്തവർ കടുപ്പിച്ച മുദ്രാവാക്യങ്ങൾ ഒഴിവാക്കി വയലിൻ കച്ചേരി, കവിതാ പാരായണം, പാട്ട്, മാജിക് ഷോ തുടങ്ങിയവയുമായി ശക്തി അറിയിച്ചു. സംസ്ഥാനത്തെ കലാകാരന്മാരുടെ സർവേ പൂർത്തിയാക്കുക, കോവിഡ് കാലത്ത് അംഗത്വമെടുക്കാൻ കഴിയാത്ത 60 വയസ്സ് പൂർത്തിയാക്കിയ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വമെടുക്കാൻ ഒരവസരം കൂടി നൽകുക, സാംസ്കാരിക വകുപ്പിന്റെ കലാകാര പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിച്ച് തുക വർദ്ധിപ്പിച്ച് നൽകുക, കലാകാര സഹകരണ സംഘങ്ങൾ ജില്ലകൾ തോറും രൂപീകരിച്ച് കലാകാരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. പിന്നണി ഗായകൻ PK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളാണ് കലാകാരന്മാർ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഉപയോഗപ്പെടുത്തും. എല്ലാവരും, എല്ലാ ആളുകളും, നമുക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചിഹ്നമോ രാഷ്ട്രീയ കൊടിയോ ഒന്നുമില്ല. നമ്മളെ എല്ലാവരും കൂട്ടിപ്പിടിക്കാറുണ്ട്. അതേപോലെ എല്ലാവരും നമ്മളെ കൂട്ടിച്ചേർക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. കാരണം ഏത് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള പരിപാടികൾ വരികയാണെങ്കിലും നമ്മളെല്ലാവരോടും സഹകരിക്കാറുണ്ട്. നമ്മൾ ഇന്ന പാർട്ടിയാണെന്നോ ഇന്ന ചിഹ്നമാണെന്നോ നോക്കാറില്ല. നമ്മൾക്ക് വേണ്ട, ഇപ്പം കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും നമുക്കൊരു കുടുംബം
പോറ്റാനോ നിലനിർത്താനോ പ്രയാസമാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ജില്ലാ പ്രസിഡന്റ് ഷിബു മുത്താട്ട് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജാനമ്മ കുഞ്ഞുണ്ണി, അജിത നമ്പ്യാർ, ഹരീന്ദ്രനാഥ് ഇയാട്, ടി കെ വേണു, കലാമണ്ഡലം സത്യവ്രതൻ, പ്രദീപ് ഗോപാൽ, ഷെർലി പ്രമോദ്, മഠത്തിൽ രാജീവൻ, ഗിരീഷ് ഇല്ലത്ത് താഴം എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ച കേരള സർക്കാർ നടപടി പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ജില്ലാ ലീഗ് പ്രസിഡന്റ് എം എ റിസാഖ് വടവൂരിൽ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യവസ്തുക്കളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിനെതിരെ ജില്ലാ UDF സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മടവൂരിൽ നടന്നു. ജില്ലാ ലീഗ് പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ചതിനെതിരെ UDF ശക്തമായ സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ മാവേലി സ്റ്റോറിലെ സാധനങ്ങൾക്ക് 680 രൂപ കിട്ടിയിരുന്ന ഇടത്തിൽ 940 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അവശ്യ സാധനങ്ങളായിട്ടുള്ള ഒന്നും തന്നെ മാവേലി സ്റ്റോറിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ക്രമാതീതമായ വർധനവ് സബ്സിഡി എടുത്ത് കളഞ്ഞുകൊണ്ട് വർധനവും വരുത്തിയിട്ടുള്ള ഗവൺമെൻറ് നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ധർണ നടക്കുന്നത്. രാജ്യത്ത് തൊഴിലില്ലായ്മയും പെരുകുന്ന സാഹചര്യത്തിൽ ഈ ധർണയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരു ധർണയാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ എല്ലാ മാവേലി സ്റ്റോറുകൾക്കും മുന്നിൽ നടത്തുന്നത്. പഞ്ചായത്ത് UDF ചെയർമാൻ കെ കുഞ്ഞാമു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശശി മുഖ്യപ്രഭാഷണം നടത്തി. KP മുഹമ്മദ് അൻസ്, കാസിം കുന്നത്ത്, CK ഗിരീഷ് കുമാർ, K സന്തോഷ്, PK ഹനീഫ, PV പങ്കജാക്ഷൻ, AP യൂസഫ് അലി, MP സദാനന്ദൻ, TK പുരുഷോത്തമൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കിനി. മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രം ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഫെബ്രുവരി 23 നടക്കും. ബസിലിക്ക പ്രഖ്യാപനം ഫെബ്രുവരി 24 ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മാഹി അമ്മത്രേസ്യ തീർത്ഥാടന കേന്ദ്രം ഒരു ബസിലിക്ക പദവിയിലേക്ക് ഫ്രാൻസിസ് പാപ്പ ഉയർത്തിയിരിക്കുന്ന വാർത്ത, അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനവും സമർപ്പണവും ഈ ഫെബ്രുവരി മാസം 24-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നടത്തപ്പെടുന്നു. നമുക്കറിയാം, ബസിലിക്കകൾ മലബാറിലൊന്നും തന്നെ ഇല്ല. തൃശ്ശൂർ കഴിഞ്ഞാൽ അങ്ങ് കാസർഗോഡ് വരെ ഒരു ദേവാലയം പോലും ബസിലിക്കയായിട്ട് ഉയർത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യം ഉണർത്തുന്ന ഒരു സുന്ദര നിമിഷമാണ് ഈ ഫെബ്രുവരി 24-ാം തീയതി. ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 12 ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ കാർമ്മികത്വത്തിൽ ദേവാലയത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അദ്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠ നടത്തും. വൈകിട്ട് 5 സാഘോഷ ജാഗര ദിവ്യബലി ഉണ്ടാകും. 24 വൈകിട്ട് 3 വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി, തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ വചന പ്രഘോഷണം എന്നിവ ഉണ്ടാകും. തുടർന്ന് ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവും നടത്തും. വൈകിട്ട് 5 നടക്കുന്ന പൊതുസമ്മേളനം പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി ഉദ്ഘാടനം ചെയ്യും. 25 വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞത ദിവ്യബലി നടത്തും. തുടർന്ന് 6 കലാപരിപാടികൾ നടത്തുമെന്നും രൂപതാ വികാരി ജനറൽ മോൺ ജേസൺ പുത്തൻ വീട്ടിൽ, മാഹി സെന്റ് തെരേസാസ് ബസിലിക്ക റെക്ടർ ഫാദർ വിൻസെന്റ് പുളിക്കൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. ഉയർപ്പ് ലഹരി വിരുദ്ധ കലാജാഥ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ മന്ത്രി റിയാസ് ജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ കലാലയങ്ങൾ ലഹരി വിരുദ്ധതയ്ക്ക് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഉയർപ്പ് ലഹരി വിരുദ്ധ കലാജാഥയ്ക്ക് ജില്ലയിൽ തുടക്കമായി. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് കലാജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കലാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ കലാലയങ്ങളിൽ ലഹരി ഉപയോഗം വ്യാപകമാവാത്തത് ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതിനാലാണെന്ന് മന്ത്രി പറഞ്ഞു. പൊതു ഇടങ്ങളുടെ കുറവ് ലഹരി ഉപയോഗത്തിന്റെ വർധനവിന് കാരണമാകുന്നുണ്ട്. കൂട്ടായ്മകളെ സജീവമാക്കി ഇത്തരം പൊതു ഇടങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ കലാലയങ്ങൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കലാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലഹരി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന കലാലയങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരാൻ കാരണം കേരളത്തിലെ കലാലയങ്ങളിൽ വളരെ സജീവമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വിദ്യാർത്ഥി സംഘടനകൾ എവിടെ പിറകിലേക്ക് പോകുന്നുവോ അവിടെ ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളും ലഹരി സംഘങ്ങളും കടന്നു വരും. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവനവനിലേക്ക് യുവത്വം പോകുമ്പോഴാണ് ലഹരി പോലുള്ള ഡിസ്ട്രക്റ്റീവ് നശീകരണ പ്രക്രിയയിലേക്ക് നമ്മൾ അറിയാതെ കടന്നു പോകുന്നത്. അതുകൊണ്ട് കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കണം. ചടങ്ങിൽ തോട്ടത്തിലെ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C രേഖ, കൗൺസിലർ അൽഫോൺസ, യുവജന കമ്മീഷൻ അംഗം PC ഷൈജു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം LG ലിജീഷ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ER ഗിരീഷ്, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ വിനോദൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന സിനിമയുമായി ഫറൂഖ് ALP സ്കൂളിലെ അധ്യാപകൻ ഫൈസൽ അബ്ദുള്ള സംവിധാനം ചെയ്ത ഔട്ട് ഓഫ് 10 എന്ന ചിത്രമാണ് പ്രദർശനത്തിന് ഒരുങ്ങുന്നത്. സിനിമയുടെ പ്രിവ്യൂ ഫെബ്രുവരി 24-ന് രാമനാട്ടുകര സുരഭി സിനിമാക്സിൽ നടക്കും. ഈ വാർത്തയ്ക്ക് വരുന്നു. പഠിപ്പിക്കാൻ പറ്റിയ സ്ഥലമായി, വെള്ളത്തിലേക്ക് അവിടെ ഇറങ്ങിക്കോ. അധ്യാപികയുടെ നിർദ്ദേശാനുസരണം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിപ്പിക്കാൻ ഒരുങ്ങുന്ന സഹപാഠി നേരിടുന്ന വെല്ലുവിളിയും അതിലൂടെ അവൾ സാക്ഷ്യം വഹിക്കുന്ന സാമൂഹിക അസമത്വവുമാണ് സിനിമ പറയുന്നത്. പാത്രമറിഞ്ഞ് വിളമ്പണമെന്ന ചൊല്ല് പ്രശ്നവൽക്കരിച്ചുകൊണ്ട് കുട്ടികളിലേക്കുള്ള വിദ്യാഭ്യാസ വിനിമയത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നും അവരുടെ ജീവിത സാഹചര്യം അറിഞ്ഞു വേണം പഠനമെന്നുമുള്ള ആശയമാണ് ഔട്ട് ഓഫ് 10 ചർച്ച ചെയ്യുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. കുട്ടിയുടെ പരിസരം തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടി മനസ്സിലാക്കിയ ആശയങ്ങൾ അത് എങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്താൻ കഴിയും എന്നുള്ളതും കുട്ടിയുടേതായ ആശയത്തിലേക്ക് അത് എത്തിച്ചേരുന്നുണ്ടോ എന്ന് അധ്യാപകർ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കുട്ടിയുടെ പരിസരം നേരിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് അധ്യാപകൻ ആ തരത്തിലേക്ക് തന്റെ ക്ലാസ്സിനെ റിഫൈൻ ചെയ്യണമെന്നുള്ളതുമാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 24-ന് ശനിയാഴ്ച രാമനാട്ടുകര സുരഭി സിനിമാസിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ സിനിമയുടെ പ്രിവ്യൂ പ്രദർശനം നടക്കുമെന്നും സ്കൂൾ ഹെഡ് മാസ്റ്റർ KM മുഹമ്മദ് ഊട്ടി, PTA പ്രസിഡന്റ് PP ഹാരിസ്, ജഹാംഗീർ കബീർ, ഫൈസൽ അബ്ദുള്ള തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജീവകാരുണ്യ പ്രവർത്തനവും സംഗീത പരിപാടികളുമായി കോഴിക്കോട് സജീവമായ മലബാർ മൈൻഡ് ട്രസ്റ്റ് 5 വർഷം പൂർത്തിയാക്കി. ട്രസ്റ്റിന്റെ 5ാം വാർഷികം സംഗീത സാന്ദ്രമായ വേദിയിൽ ആഘോഷിച്ചു. സരോവരം KPM ഹോട്ടൽ ട്രൈപ്പന്റയിലായിരുന്നു വേദി. മലബാർ മൈൻഡ് ട്രസ്റ്റ് അംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടി. വേദനിക്കുന്നവർക്ക് കരുതലാകുന്നതിനോടൊപ്പം അവരുടെ മാനസികോല്ലാസം കണ്ടെത്തുന്ന ഇടമായ മലബാർ മൈൻഡ് ട്രസ്റ്റ് 5 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷവും സംഗീത സാന്ദ്രമായ വേദിയിലായി. കുടുംബസംഗമം മനോരോഗ വിദഗ്ധൻ ഡോക്ടർ അനീസ് അലി ഉദ്ഘാടനം ചെയ്തു. മാനസിക സംഘർഷം കുറയ്ക്കാൻ ഇത്തരം കൂട്ടായ്മകൾ ഉപകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സന്തോഷമുള്ള മുഖങ്ങളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്കും. എല്ലാവരും വരുന്നത് പല പല പ്രശ്നങ്ങളും തലയിലേറ്റി എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും അവസരമില്ലാത്ത, ഇനി എന്ത് ഡോക്ടറെ ഒന്ന് മരിക്കാനുള്ള വല്ല മരുന്നും തരുമോ എന്ന് ചോദിച്ചു കൊണ്ടുവരുന്ന കുടുംബങ്ങളെയാണ് സാധാരണ
ഞാൻ ദിനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുപരി അതിലൊരു മാറ്റമെന്നോണം നമ്മളെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഫൗണ്ടർ ചെയർമാൻ CKM കോയ അധ്യക്ഷനായിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നവാസ് പൂനൂർ, AK നിഷാദ്, സെക്രട്ടറി KK അബ്ദുസലാം, അബ്ദുൽ ജലീൽ മെറാൾഡ, PK ലാൽ തുടങ്ങിയവർ സന്നിഹിതരായി. റിയാസ് കാലിക്കറ്റ്, അഷ്കർ കാലിക്കറ്റ്, സബീഷ്, ഷിഹാബ്, ഷബാന, ദേവിക എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസ നയത്തിലെ പരിഷ്കാരങ്ങളെക്കുറിച്ച് 2 ദിവസങ്ങളിലായി കോഴിക്കോട്ട് ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ മുൻ ISRO ചെയർമാൻ G. മാധവൻ നായർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. PKCICS കോളേജും സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും ചേർന്നാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കോഴിക്കോട് മാത്ര PKCICS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു 2 ദിവസങ്ങളിലായി നടന്ന ദേശീയ സെമിനാർ. കോളേജും കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും സംയുക്തമായി നടത്തിയ സെമിനാർ മുൻ ISRO ചെയർമാൻ Dr. G. മാധവൻ നായർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. UN മുൻ അംബാസഡർ TP ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് PK അഹമ്മദ് അധ്യക്ഷനായിരുന്നു. കോളേജിന്റെ 100 വർഷത്തെ ചരിത്രം ഉൾപ്പെടുത്തിയ ബുക്ക് ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KA ആയിഷ സ്വപ്ന പ്രകാശനം ചെയ്തു. കോളേജ് സെക്രട്ടറി M. അയ്യൂബ് ഏറ്റുവാങ്ങി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ EK സതീഷ്, കോളേജ് മാനേജർ KE മൊയ്തു, സ്റ്റുഡൻസ് യൂണിയൻ ചെയർപേഴ്സൺ ആയിഷ റസീന, മാനേജിംഗ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി AK സഖറിയ ഹൈഡേക്കർ, പ്രിൻസിപ്പൽ പ്രൊഫസർ A. കുട്ടിയാലിക്കുട്ടി, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ഹെഡ് ഡോക്ടർ PP അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. 5 സെഷനുകളിലായാണ് സെമിനാർ പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവൃത്തി ആയുർ ഹെറിറ്റേജ് ആയുർവേദ ചികിത്സാ കേന്ദ്രം കോഴിക്കോട്ട് ആരംഭിക്കുന്നു. ഫെബ്രുവരി 25-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ സഹകരണത്തോടെ യുവ സംരംഭകരുടെ നേതൃത്വത്തിലാണ് ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുക. കോഴിക്കോട് നഗരസഭയുടെ 7 അഴക് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെ യോഗത്തിൽ നിർദ്ദേശിച്ചതിന് അനുസരിച്ച് പൈതൃകമായ രീതിയിലാണ് പ്രവൃത്തി ആയുർ ഹെറിറ്റേജ് സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് സാരഥികൾ പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുമാണ് പ്രവർത്തന സമയം. തദ്ദേശവാസികളോടൊപ്പം സ്വദേശ വിദേശ ടൂറിസ്റ്റുകൾക്കും തികച്ചും ആയുർവേദ രീതിയിലുള്ള ചികിത്സാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത കാലത്തായിട്ട് കേരളം പൊതുവെയും മലബാർ പ്രത്യേകിച്ചും ടൂറിസം കേന്ദ്രം ഒരുപാട് നല്ല ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ചികിത്സയ്ക്കും പരിഗണന നൽകുന്നുണ്ട്. എല്ലാ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ, യോഗ ക്ലാസുകൾ, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സകൾ, അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ പ്രസവാനന്തര പരിചരണങ്ങൾ, ആയുർവേദ വിധി പ്രകാരമുള്ള സുഖചികിത്സ, ആയുർവേദ സ്മൃതി മെഡിറ്റേഷൻ കൗൺസിലിംഗ് സൗകര്യങ്ങളും വിദഗ്ധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും പ്രവൃത്തി ആയുർ ഹെറിറ്റേജിൽ ലഭ്യമാണ്. എല്ലാവിധ ആയുർവേദ ചികിത്സകളും അതുപോലെ തന്നെ യോഗ ക്ലാസ്സുകൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യോഗ ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് എല്ലാവർക്കും പറ്റാത്ത നമുക്കിപ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് പൊതുവെ എല്ലാവർക്കും എല്ലാ യോഗ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ ആയുർവേദ വിധി പ്രകാരമുള്ള ഈ സുഖചികിത്സകൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള മസാജുകളൊക്കെ ഉണ്ടല്ലോ. ഫെബ്രുവരി 25-ന് വൈകിട്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രവൃത്തി ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യ വിൽപ്പന മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷിക്ക് നൽകി നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രവൃത്തി ആയുർ ഹെറിറ്റേജ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അഖിൽ R. കൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖില ശങ്കർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മഞ്ജു ശ്രീ, MDC പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ ഷവലിയർ C. ചാക്കുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കേരള മാപ്പിള കലാ അക്കാദമിയുടെ 25ാം വാർഷികാഘോഷം ഫെബ്രുവരി 24 മുതൽ നടക്കും. കൊണ്ടോട്ടിയിൽ മാപ്പിള സാഹിത്യ സെമിനാറോടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 7 പേരെ പുരസ്കാരം നൽകി ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ബാപ്പു വെള്ളിപ്പറമ്പ്, റഹ്മാൻ തായലങ്ങാടി, മുക്കം സാജിദ, ചന്ദ്രശേഖരൻ പുല്ലങ്കോട്, അഷറഫ് താമരശ്ശേരി, PTM ആനക്കര, VMA സലാം ഈരാറ്റുപേട്ട എന്നിവരെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത്. 10,001 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ഫെബ്രുവരി 24-ന് കൊണ്ടോട്ടിയിൽ നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. കേരള മാപ്പിള കലാ അക്കാദമി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികൾ കേരളത്തിനകത്തും വിദേശത്തുമായി സംഘടിപ്പിക്കുമെന്നും കേരള മാപ്പിള കലാ അക്കാദമി സാരഥികളായ ആരിഫ് കാപ്പിൽ, AK മുസ്തഫ, ചാലോടൻ രാജീവൻ തുടങ്ങിയവർ അറിയിച്ചു. കലാ പരിപാടികളും സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങളും ജീവകാരുണ്യ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇന്നത്തെ ഏറ്റവും നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് കുടുംബത്തിൽ കലഹങ്ങൾക്ക് പോലും ഹേതുവായിട്ടുള്ള പ്രധാനപ്പെട്ട ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണവുമായി കലാലയ സ്നേഹദൂത് നടത്തുകയാണ്. അത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. 24-ാം തീയതി ശനിയാഴ്ച മറ്റന്നാൾ കൊണ്ടോട്ടിയിൽ വെച്ച് മാപ്പിള സാഹിത്യ സെമിനാർ നടക്കുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 4 സെഷനുകളിലായി നടക്കുന്ന സെമിനാർ കേരളത്തിലെ പ്രമുഖരായ ചിന്തകരും എഴുത്തുകാരും ഗായകരും സംഗീതജ്ഞരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. നാഷണൽ NGO കോൺഫെഡറേഷൻ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി വുമൺ ഓൺ വീൽസ് പദ്ധതി പ്രകാരം 1,12,000 രൂപ വില വരുന്ന ഹോണ്ട ആക്ടീവ സ്കൂട്ടറുകൾ 50% സബ്സിഡിയിൽ 56,000 രൂപയ്ക്കാണ് വനിതകൾക്ക് വിതരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജവഹർ നഗറിലെ അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ കൌൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം വണ്ടികളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മുത്തൂറ്റ് ഹോണ്ട സെയിൽസ് മാനേജർ സിബി സർവീസ് സംബന്ധിച്ച് ക്ലാസുകൾ നൽകി. സമഗ്ര പ്രതിനിധി സുനിൽ കുമാർ, ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സെയ്ദ് ഹാരിസ്, ഗ്രാമശ്രീ പ്രസിഡന്റ് ജോയ് തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ നിലവിലെ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 89 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചെന്ന് മന്ത്രി റിയാസ്. ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന കലക്ടറേറ്റ് മാർച്ചും ധർണയും കലാവിരുന്നായി മാറി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ച കേരള സർക്കാർ നടപടി പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ജില്ലാ ലീഗ് പ്രസിഡന്റ് MA റസാഖ്. മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രം ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഫെബ്രുവരി 23-ന് നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.